ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് പറയുന്നത് പ്രസൻറ്റ് എപ്പിസോഡ് 9-10 ആണ് കാണാൻ പോകുന്നത്. തുടക്കത്തിൽ നമ്മുടെ ഹീറോയിനോട് നിങ്ങൾ എന്ത് കാണിക്കുന്നത്, നിങ്ങളെന്താ ചില സമയത്തൊന്നും മിണ്ടുന്നില്ലല്ലോ, നിങ്ങളെന്താ വിളിക്കാത്തതെന്നൊക്കെ നമ്മുടെ ഹീറോയിൻ ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ആകെ ഒരുമാതിരി ഇതായിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോ ഫ്യൂച്ചറിൽ നമ്മുടെ നടീനെ അവസാനമായിട്ട് ജീവനോടെ കാണുന്നത് അവൾ ആ ജോലിയിൽ നിന്ന് പോകുന്ന ആ ഒരു സമയത്താണ്. അതിനുശേഷം മരിച്ചിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ നടിയോട് പറയുന്നുണ്ട്, അതെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പിന്നെ അത് മാത്രമല്ല എൻ്റെ അടുത്തുണ്ടായിരുന്ന ആ ഒരു കല്ലറക്കം കാണാതെയായി എന്ന് പറയുകയാണ്. അതൊരുമാതിരി പതിയെ 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 ഇങ്ങനെ മാഞ്ഞ് മാഞ്ഞ് പോകുന്ന കണ്ട് നമ്മുടെ ഹീറോ, അപ്പോൾ ഇവിടെ കല്ലറ കാണാണ്ടായെങ്കിൽ നമ്മുടെ ഹീറോയിന് ഹോസ്പിറ്റലിൽ ജീവനോടെ ഉണ്ടാവണമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളെ കാണാൻ വേണ്ടി വരുവാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ആള് ഇപ്പോൾ കോമയിലാണെന്ന് ഡോക്ടർ പറയുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് സന്തോഷമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചിട്ടില്ലല്ലോ, കോമയിലല്ലേ, അപ്പോൾ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ഒരു ഫ്യൂച്ചറിൽ നടന്ന കാര്യങ്ങൾ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റിലേക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതാത് രീതിയിൽ മാറ്റിക്കൊണ്ടിരുന്നത്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനെയാണ്. ഹീറോ ആണെങ്കിൽ ഷീയുടെ ആ ഒരു ഡാഡി ഇല്ലേ, ആളുടെ കയ്യിൽ നിന്ന് ഷെയർസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോർഡ് മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പോകാനുള്ള ആ ഒരു തിരക്കിലും തിരക്കിലൊക്കെയാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ എല്ലാം സെറ്റാക്കിയിട്ട് കാർ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു നമ്മുടെ നടീനെ ഫസ്റ്റ് ഡേറ്റ് ചെയ്തില്ലേ, അവനും അപ്പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചെക്കൻ പറയുന്നുണ്ട്, നമുക്ക് അവനെ കേന്ന് വിളിക്കാം. അവൻ പറയുകയാണ്, അല്ല നിങ്ങളെന്താ ആ ഒരു വണ്ടി കയറുന്നത്, ആ വണ്ടി കയറണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ലോങ് ഡ്രൈവ് ആണല്ലോ, അപ്പോൾ അത് അങ്ങനെ കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അതിൽ കയറുവാണ്. ഹീറോയിനും അതുപോലെ തന്നെ സ്പൈഗേളും അവൻ്റെ വണ്ടി കയറി, എൻ്റെ വണ്ടിയിൽ അവൾ പോലും കയറിയില്ല. എന്തൊരു കഷ്ടമാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്നാക്സ് വാങ്ങിച്ചു തന്നിട്ടുണ്ടല്ലോ, അവൻ വാങ്ങിച്ച സ്നാക്സ് ഞാൻ വാങ്ങിച്ചു തന്നിട്ടാണാവോ എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ജലസ് ആവുന്നുണ്ട്, ഒരുമാതിരി ദേഷ്യാവുന്നുണ്ട്. അങ്ങനെ ഇവർ കാറിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്പൈഗേളിന് ഒരു മെസ്സേജ് വരുന്നുണ്ട്. നമ്മുടെ ഡോക്ടർ ചെക്കൻ്റെ കയ്യിൽ നിന്നാണ്. ആൾ പറയുകയാണ്, എനിക്ക് നിൻ്റെ ഒപ്പം റിലേഷൻ വെക്കുന്നതിൽ വളരെ താല്പര്യമുണ്ട്, നമുക്ക് എന്താ പറയുക ലവേഴ്സ് ആയാലോ എന്നുള്ളൊരു മെസ്സേജ് വരുമ്പോൾ ഡയറക്റ്റായിട്ട് ചോദിച്ചതിൻ്റെ ആ ഒരു ഷോക്കിലാണ് നമ്മുടെ ആ ഒരു സ്പൈകൾ. പക്ഷേ നമ്മുടെ ഹീറോയിനാണെങ്കിൽ കൺഗ്രാജുലേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ മഴയും അതുപോലെ തന്നെ റോഡ് ബ്ലോക്കും ആണ്, എന്തോ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണെങ്കിൽ ഷീ കയറി വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനോട് പറയുകയാണ്, ഒരു മീറ്റിംഗ് നടക്കുകയാണ്, നീ ഒരു അസിസ്റ്റൻ്റ് ആണെങ്കിൽ നിൻ്റെ ജോലി നീ കൃത്യമായിട്ട് ചെയ്യണ്ടേ. ഇപ്പോൾ മീറ്റിംഗ് വരുന്ന സമയത്ത് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടോ, റോഡിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നീയല്ലേ നോക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഹീറോ പറയുകയാണ്, അല്ല മഴയും ഇങ്ങനെ ബ്ലോക്കൊക്കെ ആണല്ലോ, എന്തായാലും ഇനി പോവണ്ട, ദൂരം വന്നെങ്കിലും ഇനി അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് നമുക്കിവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാം എന്ന് പറയുകയാണ്. നമ്മുടെ ഹീറോ പോകുന്നത് കണ്ടിട്ട് നമ്മുടെ ഷീയില്ലേ, അവളും പിന്നാലെ പോകുന്നുണ്ട്. അങ്ങനെ ഒരു ഹോട്ടലിലേക്ക് എത്തുന്നുണ്ട്. അവിടെ നമ്മുടെ ഹീറോയും ഒരു സോഫയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ വരുന്നുണ്ട്. അവൻ റൂമിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചൂടുവെള്ളം കൊടുക്കുകയാണ് നമ്മുടെ ഹീറോയിന്. ഇത് കാണല്ലേ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ഈ പറയണേ, എനിക്ക് എന്തിനാ ചൂടുവെള്ളം, എന്നെക്കാളും ആവശ്യം ദാ അപ്പോഴത്തെ സോഫയിൽ ഇരിക്കുന്നില്ലേ അദ്ദേഹത്തിനാണ്. ഭയങ്കര ബിസി ഗായാണ്. അതുമാത്രമല്ല രാത്രി മറ്റുള്ളവരുടെ കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടേ മഞ്ഞൊക്കെ കൊണ്ടിട്ട് വയ്യാതെ ആയിട്ടുണ്ടാവും, അതൊന്ന് കൊടുത്തേക്ക് എന്ന് പറയുകയാണ്. അവൾ പോയതിനു ശേഷം നമ്മുടെ ഈ ഒരു ഇല്ലേ, അവൻ ഈ വെള്ളം എടുത്തിട്ട് നമ്മുടെ ഹീറോൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നത്, നീ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ, എന്നെ ആക്കിയിട്ട് പോയതുപോലെ നീ അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഹോട്ടലിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആ ഷീഗേൾ എന്നിട്ട് പറയുന്നുണ്ട്, എടോ ഇത് എന്ത് ഹോട്ടലാടോ, ഇവിടെ താമസിക്കാൻ കൊള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒന്നും സംസാരിക്കുന്നില്ല. നമുക്ക് നമ്മുടെ ഹീറോയിൻ്റെ കാര്യം നോക്കിയാൽ പോരെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ റൂമൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവിടേക്ക് കയറി വരുവാണ്. അവനൊരു കാര്യം പറയുന്നുണ്ട്, എൻ്റെ ലവർ ഉണ്ടല്ലോ, അവളെ ഞാൻ ആദ്യം പ്രണയിച്ചിരുന്നു, പക്ഷേ എൻ്റെ ഇഷ്ടം ഞാൻ അവളോട് പറഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളും അതുപോലെ തന്നെ വേറൊരു ചെക്കനായിട്ട് പ്രണയത്തിലാണ്. ഇപ്പം ഞാൻ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ്, എന്താ ഈ ചെക്കന് പറ്റിയേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാലി മറന്ന സ്വഭാവം, എന്താ പറ്റിയത്, മുമ്പ് പറഞ്ഞു ഞാനൊരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ടെന്ന്, അതിനുശേഷം പറയണു ഇപ്പോൾ ആ പെണ്ണ് വേറൊരു ചെക്കൻ്റെ കൂടെയെന്ന്, എന്തൊക്കെയാണ് ഈ പറയണേ. ഹീറോ ആണെങ്കിൽ പുറത്തുകൂടി ഞാൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ഷീ വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്, എനിക്ക് ചെറുപ്പം മുതൽ തന്നെ നിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, പക്ഷേ നിനക്ക് മാത്രം എന്നെ ഇഷ്ടമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നടി ഉള്ളതുകൊണ്ടാണോ നിനക്ക് എന്നെ ഇഷ്ടമില്ലാത്തത്, അവളുള്ളതുകൊണ്ടാണ്
നീ എന്നെ ഡിസ്ലൈക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, അവൾ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, പക്ഷേ നീ എനിക്കൊരു ഫ്രണ്ടായിട്ട് മാത്രമേ എൻ്റെ കണ്ണിലുള്ളൂ. നീ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കരുത്, ഞാൻ നിൻ്റെ കാര്യമാണ് പറയുന്നത്, നീ എൻ്റെ ഫ്രണ്ട് മാത്രമാണെന്ന് പറയല്ല. അവളും വല്ലാതെ വിഷമിച്ച് തന്നെ, എന്നാൽ ശരി എൻ്റെ ഡാഡി പറഞ്ഞിട്ടുണ്ട് നിന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യരുത്, വലിയ ബിസിനസ്മാനൊക്കെ ആണല്ലോ, ഞാൻ പോണു എന്ന് പറയുകയാണ്. ഇവളിങ്ങനെ കരഞ്ഞു പോകുന്ന സമയം നമ്മുടെ ഹീറോയ്ക്കും സഹിക്കാൻ പറ്റുന്നില്ല. ഫ്രണ്ടല്ലേ ആയിപ്പോയില്ലേ, പക്ഷെ രണ്ടുപേരെ ഒരുമിച്ച് പ്രണയിക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ഹീറോ അവിടെ മിണ്ടാതെ നിൽക്കുവാണ്. നമ്മുടെ ഈ ഒരു കെ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് പെട്ടെന്ന് ആരോ ഇവളുടെ റൂമിലേക്ക്, അതായത് ഹീറോയിൻ്റെ റൂമിലേക്ക് കയറി വരുന്ന കണ്ടിട്ട് കെ ആണെങ്കിൽ അകത്ത് കയറിയിട്ട് അവനെ ലോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ആ ഒരു റൂമിൽ നമ്മുടെ ഹീറോയിനല്ല ഉണ്ടായിരുന്നത്, നമ്മുടെ സ്പൈകളാണ്. അവൻ്റെ മുഖം മൂടിയൊക്കെ കൊടുത്ത് ഊരിക്കളയുന്ന സമയത്ത് നമ്മുടെ അങ്കിളല്ലെന്ന് മനസ്സിലാക്കുന്ന സ്പൈകൾ അവിടെ നിന്ന് ഓടുവാണ്. അവിടെ നിന്ന് ഓടിയിട്ട് പുറത്തേക്ക് എത്തുന്നുണ്ട്. നമ്മുടെ കെ ആണെങ്കിൽ എന്തോടെ നടക്കുന്നത്, ഇവിടെ ഒരുത്തൻ ഇടിക്കുന്നു, അതിനുശേഷം അപ്പുറത്തേക്ക് പോകുന്നു. ഇവൻ ആരാന്ന് ഇവർ വിചാരിക്കണേ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇവനൊരു കൺഫ്യൂഷൻ. കാരണം അങ്കിളാണ് മെയിൻ ആളെന്ന് എനിക്കറിയത്തില്ലല്ലോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ മൈൻഡ് വോയിസിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്, ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് നടക്കുവാണ്, ഇപ്പം അങ്കിൾ എന്നെ കൊല്ലാൻ വരുന്നൊക്കെ. ആ ഒരു സമയത്ത് തന്നെ അവൻ വരുന്നുണ്ട്. നമ്മുടെ ഹീറോയാണെങ്കിൽ അവൻ 4 അടിയും കൊടുക്കുവാണ് നമ്മുടെ അങ്കിളിന്. അപ്പം നമ്മുടെ അങ്കിള് അവിടെ കിട്ടിയ ആ ഒരു അടിയിൽ നിന്ന് എണീച്ചിട്ട് പറയുന്നുണ്ട്, ഓഹോ നിങ്ങളുടെ പ്ലാൻ ആയിരുന്നു അല്ലേ, പക്ഷെ ഞാൻ ഈ പ്ലാനിൽ വീണ് പോയി, നീ പേടിക്കണ്ട മോനെ, കിട്ടും നീ എൻ്റെ കയ്യിൽ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോ പറയുകയാണ്, എടാ പോടോ, ഞാൻ നിന്നെ ട്രാപ്പിലാക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ എനിക്ക് ഡയലോഗ് അടിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസുകാർ വരും, നിന്നെ അങ്ങ് തൂക്കിയെടുത്തുകൊണ്ട് അങ്ങ് പോകും, പിന്നെ ഞങ്ങൾക്ക് പ്രശ്നമില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ അങ്കിള് പറയുന്നുണ്ട്, ഒന്ന് പോടേ, നീ ഇപ്പം എന്നെ പിടിച്ച് കഴിഞ്ഞാൽ ശരിക്കത്തെ കളി ആരുപെങ്കിതയിലുള്ളോ, ഞാനല്ലെങ്കിൽ വേറൊരാൾ വരും ഉറപ്പാ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ വലിയൊരു ഇതിൽ നോക്കി നിൽക്കുന്നൊന്നുമില്ല, ജസ്റ്റ് കൂൾ ആൻഡ് നോർമൽ. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുന്ന സമയത്ത് ഹീറോയും പറയുന്നുണ്ട്, എനിക്ക് ഈ മെട്രോ ഷവർ കാണണമെന്ന്. അവൾ ചെറുപ്പത്തിലെ ഇവനോട് ഈ ഒരു കാര്യം പറയുന്ന സമയത്താണ് നമ്മുടെ ഹീറോ ഇവളോടും പോലും പറയാതെ ഫോറിനിലേക്ക് പഠിക്കാനായിട്ട് പോയത്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോ അവളെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്, ഒരുമാതിരി കാട് പോലത്തെ സ്ഥലത്തേക്ക്. അവിടെയാണെങ്കിൽ മിന്നാമിനികൾ നിറഞ്ഞു നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, നീ എനിക്ക് വേണ്ടി ചെറുപ്പത്തിൽ കുറേ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, നീ എന്നെ കുറേ കെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മരണത്തിന് ശേഷം ഞാനാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും മരണത്തിൻ്റെ കാരണക്കാരെന്ന് വിചാരിച്ചിട്ട് ഒരു ഇരുട്ട് റൂമിൽ ഇങ്ങനെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഇരിക്കാറുണ്ട് ഒന്നും ചെയ്യാതെ. പക്ഷെ നീ വന്നപ്പോഴാണ് ഞാൻ വെളിച്ചം തേടി തുടങ്ങിയത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ വെളിച്ചം വന്നത് എന്നൊക്കെ നമ്മുടെ ഹീറോ ആണെങ്കിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവൻ ഈ ഉറക്കം വരാനൊക്കെ ആയിട്ട് സ്ലീപ്പിംഗ് പിൽസ് കഴിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇവൻക്ക് മോട്ടിവേഷൻ തരുന്ന രീതിക്ക് തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ തനിക്ക് വേണ്ടി ആരെങ്കിലും പറയാനുണ്ട്, ആരെങ്കിലും നമുക്ക് വേണ്ടിയിട്ടുണ്ട് എന്ന് നമ്മുടെ ഹീറോയ്ക്കൊരു തോന്നൽ വരാറുണ്ട്. അതിനുശേഷം ഇവൾ മെട്രോ ഷവർ കാണണം എന്ന് പറഞ്ഞിട്ട് ഇവനെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറുന്ന സമയത്താണ് നമ്മുടെ ഹീറോ അവളോട് പോലും പറയാതെ ഫോറിനിലേക്ക് പഠിക്കാനായിട്ട് പോകുന്നത്. കൂടെ ഒരു ഐഡൻറ്റി കാർഡ് കയ്യിലും ഉണ്ട്. ഇത് മാത്രമേ അവൻ്റെ കൂടെ ഉള്ളൂ. ആദ്യം വരുമ്പോൾ പോലും ഇവനെ മനസ്സിലാവാത്തത് ഇവൻ്റെ ഒരു വലിയൊരു വിഷമമായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയിനോട് ഇവൻ പറയുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ വളരെ സന്തോഷിക്കുവാണ്. അവസാനം എൻ്റെ വായിന്നങ്ങ് വന്നല്ലോടോ എന്നുള്ള രീതിയിൽ. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ പോയി കിസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവളും പറയുകയാണ്, ഞാൻ ഇത്രയും ദിവസം നീ ആരാണെന്ന് അറിയാതെയാണ് നടന്നത്. എൻ്റെ ചേട്ടൻ, അതായത് ആൾ ചെറുപ്പത്തിൽ അവനെ ബ്രദർ എന്നാണ് വിളിക്കുന്നുണ്ടായിരുന്നത്, ആളുടെ പേര് പോലും എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു. നീ പോയതുപോലെ അറിയാതെ ഞാൻ ആ ഒരു വീട്ടിൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. എപ്പോഴെങ്കിലുമൊക്കെ വരും, എപ്പോഴെങ്കിലും മെട്രോ ഷവർ കാണാൻ വേണ്ടി നീ എൻ്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ. ഫസ്റ്റ് വരുന്ന സമയത്ത് നീയാണെങ്കിൽ ഒരു മാതിരി ചൈൽഡിഷും അത് പ്ലേ ബോയും പിന്നെ പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്ന ഒരു വൃത്തികെട്ട ഒരു സാധനമായിട്ടാണ് ഞാൻ കണ്ടത്. പക്ഷേ എൻ്റെ ബ്രദർ, അതായത് ചെറുപ്പത്തിൽ ആ ഒരുത്തൻ അത്ര അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി അല്ല. പക്ഷെ നീ എന്നെ എപ്പോഴും കെയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു കെയറിങ് എനിക്ക് കിട്ടാറുണ്ട് എന്നൊക്കെ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട്. നമ്മുടെ ഹീറോയ്ക്ക് വളരെയേറെ സന്തോഷമാവുകയാണ്. അപ്പോൾ അവസാനം എല്ലാം അങ്ങ് പിടികിട്ടിയിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞു. പക്ഷേ ഇവൾക്ക് ആ ഒരു ചെറുപ്പത്തിൽ അവളുടെ ബ്രദറിൻ്റെ പേര് പോലും അറിയണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കണ്ടുപിടിച്ചുണ്ടാക്കിയതിനേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം ഇവരുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയാണ്.
അങ്ങനെ വീണ്ടും ഇവർ രണ്ടാമത് കിസ് ചെയ്യുന്നുണ്ട്. അതോട് കൂടിയിട്ട് ആ ഒരു സീൻ കട്ട് ചെയ്യാണ്. അതിനുശേഷം കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ഫ്യൂച്ചറിലെ ഹീറോയിനാണ്. ആളാണെങ്കിൽ കോമയിലാണല്ലോ. നമ്മുടെ ഹീറോ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. അതായത് ഫ്യൂച്ചറിൽ നമ്മുടെ ഹീറോൻ്റെ അടുത്തുനിന്ന് ഇവിടെ ജോലി വേണ്ടെന്ന് പറഞ്ഞ് പോയ ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളെ തടഞ്ഞു നിർത്താൻ പറ്റാതെ ആയിട്ടുണ്ട്. അതിനുശേഷം അവളെ കാണണം എന്ന് പറഞ്ഞപ്പോൾ അവൾ ഇവനെ കാണാൻ വേണ്ടി വന്ന ആ ഒരു സമയത്താണ് ഇവളെന്നെ വെടിവെച്ച് കൊല്ലുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമുണ്ടാക്കിയൊരു കാര്യമാണ്. നമ്മുടെ ഹീറോയിനെ അവൻ പ്രണയിച്ചതാണല്ലോ, പക്ഷെ ആ കൺമുമ്പിൽ വെച്ച് വെടിവെച്ച് കൊല്ലുക എന്ന് പറയുമ്പോൾ അതൊക്കെ പോട്ടെ. അതിനുശേഷം നമ്മുടെ ഹീറോയിനും പിറ്റേ ദിവസം രാവിലെ തന്നെ കയ്യൊക്കെ ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്പൈകൾ പറയുകയാണ്, മതി മക്കളെ നിങ്ങളുടെ റൊമാൻസ്, നമുക്ക് ബോർഡ് മീറ്റിംഗ് ഉണ്ട്, അതെങ്കിലും അറിയാവോ എന്ന് പറയുമ്പോൾ നമ്മുടെ പിന്നിൽ നിൽക്കുന്ന ചെക്കനോട് ചെറുതായിട്ട് ജലസാവുന്നുണ്ട്. ഈ പെണ്ണിനെ എപ്പോൾ നോക്കിയാലും കൂടെ നടത്തുവാണല്ലോ നമ്മുടെ ഹീറോ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മുടെ ഇവൻ പറയുന്നുണ്ട്, മതി നമ്മുടെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഞാനൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സോറി, നമുക്ക് ബോർഡ് മീറ്റിംഗ് ഉണ്ട്, നമുക്ക് പോവാമെന്നൊക്കെ. അതിനുശേഷം നമ്മുടെ നടിയാണെങ്കിൽ ഹീറോൻ്റെ കൂടെ പോകുന്ന സമയത്ത് അവളെ പഴയ കാര്യങ്ങൾ പറയുകയാണ്. നിൻ്റെ പപ്പേനെ നിനക്കിഷ്ടമല്ല, കാരണം ആളുടെ അതായത് നമ്മുടെ ഹീറോൻ്റെ അമ്മയുടെ ആ ഒരു ഡെത്തിൻ്റെ ആ ഒരു സമയത്ത് പോലും ബിസിനസ് എന്ന് പറഞ്ഞിട്ട് വരാൻ പറ്റിയിട്ടില്ല ആൾക്ക്. അപ്പോൾ നമ്മുടെ ഹീറോ ആളോട് മിണ്ടാത്തതുകൊണ്ട് ആളുടെ മോൻ എന്തൊക്കെ ആൾക്ക് ചെയ്തു കൊടുക്കണോ അതൊക്കെ നമ്മുടെ ഹീറോയിന് ചെയ്തു കൊടുക്കുമായിരുന്നു. അതായത് പുതിയ ഡ്രസ്സും അതുപോലെ തന്നെ ഫുഡും വാങ്ങിച്ചു കൊടുക്കും. അതായത് ഇവളുടെ ആ ഒരു ബർത്ത്ഡേയുടെ സമയത്ത്. അല്ലാതെ നമ്മുടെ ഹീറോൻ്റെ ബർത്ത്ഡേക്ക് ചെയ്തു കൊടുത്താൽ അവനൊന്നും സ്വീകരിക്കില്ല എന്ന് ആൾക്കറിയാം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇവൾക്ക് ചെയ്തു കൊടുക്കും. എന്തായാലും വീടിനടിയത്തെ പെൺകുട്ടിയാണല്ലോ, അങ്ങനെയുള്ള രീതിയിൽ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, എൻ്റെ ഡാഡി ആണെങ്കിൽ ടൈം ട്രാവൽ ക്വിം ട്രാവൽ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ആളെൻ്റെ അമ്മയുടെ ആ ഒരു മരിച്ച ആ ഒരു ദിവസം പോലും വരാഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ പോട്ടെ വിഷമിക്കണ്ട, പക്ഷേ ഞാൻ നീ പോയതിന് ശേഷം വല്ലാതെ വിഷമിച്ചു കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഫോൺ നോണ്ടി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഫ്യൂച്ചറിലെ ഹീറോ വിളിച്ചിട്ട് പറയുകയാണ്, അതെ നീ ഉണ്ടല്ലോ ഈ ഒരു വേൾഡിൽ കോമയിലാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ജീവിച്ചെങ്കിൽ ഇരിക്കുന്നുണ്ടല്ലോ അതൊക്കെ മതി എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, അതെ നിന്നെ കൊല്ലാൻ നോക്കിയത് വേറെ ആരല്ല, ആ കെ ആണെന്ന് പറയല്ല. നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് ഷോക്കാവുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ കാറിലെ കെ ഇവളെ ഇടിക്കാൻ വരണോ അങ്ങനെയുള്ള രീതിയിൽ നോക്കി നിൽക്കുവാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ കയ്യിലെ ഫോണാണ് അവനക്ക് വേണ്ടത്. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോ വന്നിട്ട് പറയാണ്, അല്ല ഇതെന്ത് ഫോണത് എന്ന് പറയുമ്പോൾ ഇത് നിൻ്റെ ഡാഡി എനിക്ക് ചെറുപ്പത്തിൽ തന്നതാണ്, അതിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല എന്നെ കൊല്ലാൻ നോക്കുന്നുണ്ട് ഒരാൾ, ഫ്യൂച്ചറിൽ നിന്ന് എന്നെ ഒരാൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആൾ പറയുന്നത് എന്നെ കൊല്ലാൻ നോക്കുന്നത് കെ ആണെന്ന്. ഇത്രയൊക്കെയാണ് 9-10 എപ്പിസോഡിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കി എന്നാ നടന്നതെന്ന് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം, അല്ലാതെ വേറെ രക്ഷയില്ല.